നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും ലഭിച്ച സിന്തറ്റിക് കബഡി മാറ്റ് റവന്യൂ മന്ത്രി കെ രാജൻ കൈമാറി. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താണിപ്പാടം മൂലംകോട് സ്വദേശി പ്രമോദ് മരിച്ചു. 42 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവീസ് ഫൊറോന പള്ളി തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സൈക്ലേഴ്സ് ക്ലബും സംഘടിപ്പിച്ച സൈക്കിൾ റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. നടത്തറ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും ലഭിച്ച സിന്തറ്റിക് കബഡി മാറ്റ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൈമാറി. സ്വന്തമായൊരു സിന്തറ്റിക് കബഡി മാറ്റ് എന്ന നടത്തറ പഞ്ചായത്തിലെ കബഡി താരങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് സഫലമായത്. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിരവധി ദേശീയ അന്തർദേശീയ കബഡി താരങ്ങളെ നാടിന് സമ്മാനിച്ച നടത്തറ ഗ്രാമപഞ്ചായത്തിന് സിന്തറ്റിക് കബഡി മാറ്റ് നൽകിയത്. ആദ്യമായാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഗ്രാമപഞ്ചായത്തിന് സിന്തറ്റിക് കബഡി മാറ്റ് കൈമാറുന്നത്. മൂർക്കിനിക്കര സ്കൂളിൽ സംഘടിപ്പിച്ച സിന്തറ്റിക് കബഡി മാറ്റ് കൈമാറൽ ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടം, പാലം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും പൊതുസമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റത്തിന് വഴി തുറക്കുന്നതാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK അഭിലാഷ്, EN സീതാലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS അശോക് കുമാർ, ER പ്രദീപ്, മിനി വിനോദ്, ജിനിത സുഭാഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ കബഡി താരങ്ങളായ സന്തോഷ്, അജീഷ്, ഡോക്ടർ സുധീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് സ്വാഗതവും പഞ്ചായത്ത് കബഡി കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് PS അമൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ ടീമുകൾ പങ്കെടുത്ത കബഡി ടൂർണമെന്റും ഉണ്ടായിരുന്നു. ₹6,00,000 ചെലവഴിച്ചിട്ടുള്ള ഒരു സിന്തറ്റിക് മാറ്റാണ്. വേണമെങ്കിൽ ആ പണം ചെലവഴിച്ചിട്ട് ഒരു കെട്ടിടമോ ഒരു റോഡോ പണിതാൽ മനോഹരമായിട്ടൊരു ബോർഡ് തൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് എന്ന് കാണിച്ചു വെക്കാമെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ തലമുറയുടെ കായിക ശേഷിക്ക് അനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് കബഡി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ളൊരു പഞ്ചായത്താണ്. സനൂട്ടനെ പോലെ, സന്തോഷേട്ടനെ പോലെ, ജ്യോതിഷേട്ടനെ പോലെ, ഞാൻ പേരൊന്നെടുത്ത് അങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നില്ല. കബഡി മത്സരത്തിലും പങ്കാളിത്തത്തിലും ഒരുപക്ഷെ നടത്തറ പഞ്ചായത്ത് വഹിച്ചിട്ടുള്ള പ്രാധാന്യം ചെറുതല്ല. ഞാൻ എന്നോട് അഭിലാഷ് പറയുകയായിരുന്നു, കേരളത്തിന് പുറത്തുള്ള കബഡി മത്സരങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സന്തോഷേട്ടനൊക്കെ അവിടെ ചെന്ന് കബഡി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ആളുകൾ പറയുക കേരളവാല സന്തോഷ് സാഗർ എന്നുള്ളൊരു അഭിമാനത്തോടെ പറയുന്നൊരു പേരാണ് യഥാർത്ഥത്തിൽ ഈ മൂർക്കിനിക്കര സിറ്റിയും നമ്മുടെ നടത്തറ പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുള്ളൊരു കബഡി താരത്തിന് എന്നുള്ളതിനേക്കാൾ എന്ത് വലിയ വലുപ്പമാണ് ഈ നടത്തറ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. നടത്തറ പഞ്ചായത്ത് പ്രഗത്ഭമതികളായിട്ടുള്ള നിരവധി പേരെ സമൂഹത്തിൻ്റെ വിവിധ ധാരകളിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്.
മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താണിപ്പാടം മൂലങ്കോട് സ്വദേശി പ്രമോദ് എന്ന് വിളിക്കുന്ന സന്ദീപ് മരിച്ചു. 42 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ മൂലങ്കോട്ടെ ആളൊഴിഞ്ഞ വീട്ടിൽ മദ്യപിച്ചെത്തി അബോധാവസ്ഥയിലായ യുവാവിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായി പറയുന്നു. പരിക്കേറ്റ പ്രമോദ് ശനിയാഴ്ച ഉച്ചവരെ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്ന നിലയിൽ പരിസരവാസികൾ കണ്ടതിനെ തുടർന്ന് പീച്ചി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടിക്കാട് ലോട്ടറി വിൽപ്പനക്കാരനായിരുന്ന ഇയാൾ സമീപവാസിയായ ഒരാളുടെ ഓട്ടോറിക്ഷ അനുവാദമില്ലാതെ എടുത്തതായി പറയുന്നു. ഓട്ടോയുടെ ചില്ല് തകർത്തിരുന്നതായും പറയുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരച്ചിൽ കേട്ടിട്ട് ഇവർ പോയി നോക്കുമ്പോൾ ഇവിടുത്തെ പെൺകുട്ടിയും അപ്പുറത്തെ ഒരു ചേച്ചിയും കൂടിയിട്ട് പോയി നോക്കുമ്പോൾ ഇവൻ ബ്ലഡിൽ കുളിച്ചിങ്ങനെ കിടക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ വെള്ളം ചോദിച്ചു എന്ന് പറഞ്ഞു. വെള്ളം അവർ ഡബറയിൽ വെള്ളമാക്കി കൊണ്ടു കൊടുത്തു. അപ്പോൾ കൊണ്ടു കൊടുത്ത് അത് കുടിച്ചു. പിന്നെ എന്നിട്ട് അവൾ അങ്ങനെ തന്നെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ വേഗം സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു. അവിടെ നിന്ന് സാറന്മാർ വന്ന് അവിടെ പോയി നോക്കി. ഇവരെല്ലാവരും കൂടി പോയി നോക്കി. അങ്ങനെ അവനെ സാറന്മാരാണ് ആംബുലൻസ് വിളിച്ചിട്ട് സാറന്മാരാണ് കൊണ്ടുപോയേക്കണത്. ഞങ്ങളൊന്നും ഇവിടെ ഇല്ല നേരത്ത്. നമുക്കറിയാത്തത് പറയാൻ നമ്മളാളല്ല. ഞാനും ഇല്ല, ചേട്ടനും ഇല്ല, മക്കളൊക്കെ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് വന്നേക്കണതാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ കാലുമ്മ മുറിവുണ്ട്, അനങ്ങാൻ പറ്റണില്ല, കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ തൂങ്ങി കിടക്കുക എന്നാണ് കണ്ടവർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കേട്ടു. അത്ര അറിവ് നമുക്കുള്ള കുഴപ്പമുള്ള ആളൊന്നല്ല അവൻ. കുടിച്ചാൽ എന്തെങ്കിലും ഇത്തിരി ഇതുണ്ടാക്കും. അത് നമ്മൾക്ക് അയൽക്കാർക്ക് ഒരു കുഴപ്പമില്ല അവനെ കൊണ്ട്. വീട്ടിൽ വല്ല എന്തെങ്കിലും പറഞ്ഞ് ഇതുണ്ടാക്കുന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ആണെങ്കിൽ അവൻ്റെ വീട് ഇവിടെ പൊളിച്ചിട്ടിട്ട് അവനും ഭാര്യയും അവരുടെ വീട് എവിടെയാണ് സ്ഥലം പറഞ്ഞ കല്ലിങ്ങപ്പാടത്താണ് ഇപ്പോൾ അവർ താമസം. 2 മക്കളും ഭാര്യയും ഭർത്താവും. ഇപ്പോൾ അവൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ കുടിച്ചിട്ട് അങ്ങനെ എന്ത് സംഭവിച്ചാണ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത്ര മാത്രം ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ സാറുമാരൊക്കെ വന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയണത് പറഞ്ഞു. അവനെ കൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. വീട്ടുകാർക്ക് എന്തെങ്കിലും കുടിച്ച് വന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക. 2 മക്കളും 2 പെൺകുട്ടികളാണ്. അപ്പോൾ 2-3 ദിവസം മുൻപ് കല്ലിടുക്കിൽ വെച്ചിട്ട് ഷാജിന്ന് വരായിട്ടൊരു ചെക്കണ്ട, അവന് മറ്റേ ടിപ്പറ ഓടിപ്പിച്ചാർന്ന അവൻ്റെ വണ്ടി മറ്റേ വെള്ളിമൂങ്ങ വണ്ടി ഇപ്പോൾ അവൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. ആ വണ്ടിയുടെ ചില്ല് ഇവൻ തല്ലി പൊളിച്ചു എന്ന് പറയുന്നത് കേട്ടു. വാടകയെ വിളിച്ചിട്ട് ഇവനെ കൊണ്ട് വാടകയിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ചില്ലുമ്മ തല്ലി പൊളിച്ചു എന്ന് ഇങ്ങനെ ആൾക്കാർ പറയണ കേട്ടു. അപ്പോൾ അതിൻ്റെ വല്ല അങ്ങനെയാണോ എന്താണോ എന്നൊന്നും നമുക്കറിയില്ല. അത്രമാത്രം എനിക്ക്. അപ്പുറത്ത് പട്ടിക്കാട് മൂലം കൊടുക്കുന്നുണ്ട്. ആ പട്ടിയായിരുന്നു ഒരാഴ്ചയായിട്ട്. അപ്പം ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഇനി സംഭവം അറിയണത് തന്നെ. അതുവരെ ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല എനിക്ക്. പിന്നെ വലിയ പ്രശ്നമുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ശല്യങ്ങളൊന്നും ഇല്ല. നല്ല ഇത് തന്നെയാണ്. അവർ ഒത്തിരി വെള്ളമടിക്കുന്നല്ലാതെ പിന്നെ വീട്ടിൽ വെളുവെളെന്ന് പറയുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടുകാർക്കൊന്നും ഒരു ഉപദ്രവങ്ങളും ഇല്ല. നല്ല തന്നെ. അവളെ കൊണ്ടും കുഴപ്പമില്ല. അവളും പാവമാണ്. ഒരു പ്രശ്നം നാട്ടുകാർക്കില്ല. സപ്ലൈകോ ഓണം ഫെയർ ഒല്ലൂർ നിയോജക മണ്ഡലം ഉദ്ഘാടനം പട്ടിക്കാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ രാജേഷ്, ആനി ജോയ്, CPI പ്രതിനിധി സനിൽ വാണിയമ്പാറ, CV ജോസൂട്ടി, എബിൻ ഗോപുരം തുടങ്ങിയവർ പങ്കെടുത്തു. S ജാഫർ സ്വാഗതവും CR വിജീഷ് നന്ദിയും പറഞ്ഞു. ഓണവിപണി ഒരുപക്ഷെ കേരളത്തിലെ ഗവൺമെന്റിനെ കിട്ടുന്ന എല്ലാ വഴിയിലും ആക്രമിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ പോലും ഓൺലൈനായി പോലും ഇത്തവണത്തെ ഓണാഘോഷത്തെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മലയാളി അഭിമാനം കൊള്ളിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാണം വിൽക്കാതെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് മലയാളിയുടെ ഒരു പ്രമാണമെങ്കിൽ കാണം ഒന്നും നിൽക്കാതെ തന്നെ ഓണം സമൃദ്ധമായി തിന്നാം എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുക. കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ മലയാളിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഓണത്തെ നമ്മൾ കരുതിയിരിക്കുന്നത്. നേരത്തെ മാഷിയുടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ 260 വയസ്സുകാർ ഉള്ള ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ 6400 രൂപ മാവേലി എത്തുന്നതിന് മുമ്പ് ഇത്തവണ സഹകരണ സംഘ ജീവനക്കാർ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വളരെ കൃത്യതയോടുകൂടി വിതരണം ചെയ്യുക. കേരളത്തിൻ്റെ പെൻഷൻ ഫണ്ട് ബോർഡ് എടുക്കുന്ന കട പോലും
കടമെടുപ്പ് ബാധ്യതയുടെ ഭാഗമാക്കി മാറ്റിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി മൂലം 5 തവണത്തെ കുടിശ്ശികയുണ്ടായിരുന്ന സാമൂഹികക്ഷേമ പെൻഷൻ 4ാമത്തെ തവണത്തെയും കുടിശ്ശിക തീർത്ത് ഇനി ഒരൊറ്റ തവണത്തെ കുടിശ്ശിക മാത്രം നിർത്തി 2025 തന്നെ ആ ഒരു വർഷക്കാലത്തെ കുടിശ്ശിക മാറ്റാൻ കഴിയും വിധം നമ്മുടെ കേരളത്തിന്റെ സാമൂഹികക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ രംഗത്തുള്ള ഒരു കുതിപ്പിന് കേരളം സാക്ഷിക്കുന്നു. ഇത്തവണത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാവർക്കും 1200 രൂപ ബോണസായി ഗവൺമെന്റ് നൽകുന്നു. കേരളത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും 1250 രൂപ ബോണസായി ഗവൺമെന്റ് നൽകുന്നു. കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പട്ടികവർഗക്കാർക്കും 1000 രൂപ ബോണസായി കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ പണം കൊടുത്ത് ആ പണം മാർക്കറ്റിൽ കൊള്ളയ്ക്ക് വിധേയമാക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിത്യോപയോഗ പച്ചക്കറി വിതരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ശ്രദ്ധേയമായ വിധത്തിലൊരു ഓണമായി ഇത്തവണത്തെ ഓണം മാറ്റുന്നത്. അതുകൊണ്ട് സപ്ലൈകോ നേരത്തെ തന്നെ ആരംഭിച്ചു. മാഷോട് സൂചിപ്പിച്ചല്ലോ, വെളിച്ചെണ്ണ കിട്ടാനില്ലാത്ത വിധം നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കുമുള്ള വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടം. സപ്ലൈകോ തയ്യാറാക്കുന്ന ശബരി ബ്രാൻഡ് വെളിച്ചെണ്ണ 339 രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ വിതരണം ചെയ്യുന്ന ഒരേ ഒരു ഏജൻസി കേരളത്തിൽ സപ്ലൈകോ മാത്രമാണെന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ കാണാൻ ഒരു ഘട്ടം അങ്ങനെയാണ്. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് 3ാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RDO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഗുണമേന്മ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം നവീകരിച്ചതോടൊപ്പം 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂം ഒരുക്കിയിട്ടുണ്ട്. സബ് കളക്ടറുടെ ചേംബർ അടക്കം ഭൗതിക സൗകര്യങ്ങളും ജീവനക്കാർക്കുള്ള ക്യാബിനുകളും പുതുക്കി സജ്ജീകരിച്ചു. പൊതുജന സൗഹൃദമായ രീതിയിൽ സിറ്റിംഗ് ഏരിയ, ഫീഡിംഗ് റൂം തുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നു. സർട്ടിഫിക്കേഷന്റെ കാലാവധി 3 വർഷമാണ്. കില കൺസൾട്ടൻസി മാർഗനിർദ്ദേശങ്ങളുടെ പിന്തുണ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിച്ചു. പി ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വികാരി റവറൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ അർപ്പിച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ പൈനാടത്ത്, വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത്, പ്രസ് ക്ലബ് സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് ലൂയിസ്, ഊട്ട് കൺവീനർ റോബിൻസൺ തൈക്കാടൻ എന്നിവർ സംസാരിച്ചു. പള്ളി ട്രസ്റ്റിമാരായ ജോൺസൺ പൂത്തൂക്കര, പോളി പൂത്തൂക്കര, ഷാജു ചൊവ്വല്ലൂർ, ജിൻസൺ വടക്കൻ, വടക്കാഞ്ചേരി എങ്കക്കാട് കുമരനെല്ലൂർ ദേശം പൂരം കമ്മിറ്റി പ്രസിഡന്റുമാർ, പെരുന്നാൾ കൺവീനർമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. പെരുന്നാൾ ജനറൽ കൺവീനർ വില്യംസ് നെയ്യൻ നന്ദി പറഞ്ഞു. ജനകീയ ആസൂത്രണം 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തി. 46 മുതൽ 60 ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം 770 പേർക്ക് വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ആദ്യ വിതരണം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി, AR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വെറ്ററിനറി സർജൻ ഡോക്ടർ ഷിബു കുമാർ S പദ്ധതി വിശദീകരണം നടത്തി. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ രാധിക MR സ്വാഗതവും ജിനി കുര്യൻ നന്ദിയും രേഖപ്പെടുത്തി. കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ 4-5 വർഷമായി കോഴിക്കുട്ടികളെ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. നല്ല ഇനം കോഴിക്കുട്ടികൾ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പോത്തുകുട്ടി ഈ ഒരു വാർഡിലേക്ക് 2 വീതം എന്നതിലുള്ള വിതരണം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ
നമുക്കറിയാം കോഴിക്കുട്ടികളെ വളർത്തുക, കോഴിയെ വളർത്തുക വെച്ചാൽ അതിന് വലിയ പ്രയാസമുള്ളൊരു ഇതൊക്കെയാണ്. കാരണം ഒരു കോഴിക്കൂട് പണിയാൻ വലിയ കാശിൻ്റെ ചിലവുണ്ട്. പഴയ കാലത്ത് പോലെ തൃശൂർ മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്ഥാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 30, 31 തീയതികളിൽ ആഘോഷിച്ചു. വികാരി ഫാദർ തോമസ് വെള്ളക്കനാടന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച കൊടിയേറ്റത്തോടെ തിരുനാളിന് തുടക്കം കുറിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ആഘോഷങ്ങളിലും ഊട്ടുനേർച്ചയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൈക്കാരൻ തോമസ് വള്ളിയാന്തടത്തിൽ, ബേബി കണ്ണമ്പള്ളി, ബെന്നി വെള്ളച്ചാലിൽ, ആൻഡ്രു ഓട്ടോക്കാരൻ, നൈജോ വാസുപുരത്തുകാരൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കുർബാന സന്ദേശം നൽകി. വികാരി ഫാദർ തോമസ് വെള്ളക്കനാടൻ പാചകശാല ആശീർവാദം നിർവഹിച്ചു. തിരുനാൾ ദിവസം നേർച്ച ഭക്ഷണം ആശീർവദിച്ച് പൊതിച്ചോറ് വിതരണവും നടന്നു. വ്യായാമം ഞങ്ങളുടെ ലഹരി, ലഹരിക്കെതിരെ വാക്കത്തോൺ അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെയും ബ്രഹ്മയോഗയുടെയും നേതൃത്വത്തിൽ മാരക ലഹരിക്കെതിരെ വാക്കത്തോൺ നടത്തി. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിന് മുന്നിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷൺമുഖൻ കല്ലിങ്ങൽ, ബാലചന്ദ്ര സുഭാഷ്, പ്രകാശ് ബാബു, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ആറ്റൂർ നാരായണൻ, ടൈനി ഫ്രാൻസിസ്, TAK മൊയ്തു, PB മേനോൻ, ജയന്തി കമലൻ, വിൻസി ബാബു, ജോൺസൺ ഡിക്രൂസ്, താഹിദ്ദീൻ സാഹിബ്, ശിവൻ TS, വിജി ജിമ്മി എന്നിവർ നേതൃത്വം നൽകി. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരക ലഹരികൾക്കെതിരെ നടത്തിയ വാക്കത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്.
മാരക രാസലഹരിയായ MDMA-യുമായി നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ 2 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. സംഭവത്തിൽ എറണാകുളം തൃക്കാക്കര സ്വദേശി കുട്ടക്കൽ വീട്ടിൽ മിബിൻ, എറണാകുളം കണ്ണയന്നൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ മനു ഗോഡ്വിൻ എന്നിവരാണ് പിടിയിലായത്. പുതുക്കാട് CI ആദം ഖാൻ, SI-മാരായ പ്രദീപ്, വൈഷ്ണവ്, ജെനിൻ, ലീസ്, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ജയകൃഷ്ണൻ, സതീശൻ, സൂരജ്, സോണി ഷൈൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സൈക്ലിസ്റ്റ് ക്ലബ്ബും സംഘടിപ്പിച്ച സൈക്കിൾ റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വടക്കുന്നാഥൻ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച റാലി സ്വരാജ് റൗണ്ട് ചുറ്റി റെയിൽവേ സ്റ്റേഷൻ വഴി പൂങ്കുന്നമെത്തി അക്വാട്ടിക് കോംപ്ലക്സിൽ സമാപിച്ചു. സെക്രട്ടറി ഡാനി കെ വർഗീസ്, ട്രഷറർ സനോജ് PR എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അച്ഛനും അമ്മയ്ക്കുമൊരു ഓണപ്പുടവ പരിപാടി മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജിജോ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാൻ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് സർക്കാർ ജീവനക്കാർക്കെന്നും ഇങ്ങനെ സമരം ചെയ്യുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണെന്നും ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പീഡന കഥകൾ പുറത്തുവിടുന്നതെന്നും ഇത്തരം വിവാദങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായി പോരാടണമെന്നും എന്നും കോൺഗ്രസിന്റെ കരുത്താണ് യൂത്ത് കോൺഗ്രസ് എന്നും 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് അത് ഇല്ലാതാക്കാൻ ആരും കരുതണ്ട എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ K മുരളീധരൻ പറഞ്ഞു. 2 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി കാരുണ്യ ചികിത്സാ സഹായ നിധിയുടെ വിതരണവും ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് വീട് പണിയാൻ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകൽ, ചോർന്നൊലിക്കുന്ന മറ്റൊരു ഭവനം പുനർനിർമ്മിക്കുന്നതിന് 50,000 രൂപയുടെ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത്, DCC ജനറൽ സെക്രട്ടറി ML ബേബി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ജോബി കുഴിക്കാട്ടിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കാവ്യ രഞ്ജിത്ത്, അൽജോ ചാണ്ടി, ജിത് ചാക്കോ, ശരത് മുളയം, ജിതിൻ, ഡിജിൻ, മിഥുൻ, മനു, പഞ്ചായത്ത് അംഗങ്ങളായ TP മാധവൻ, മിനി വിനോദ്, സുധാകരൻ, ES അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടൊപ്പം നിർധനരായ ഒരു കുടുംബത്തിനെ ക്ഷണിക്കുന്നു. ഭരിക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ല. ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ മന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നുള്ള കള്ളക്കേസ് എടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ചില പീഡന കഥകൾ വെച്ച് പറഞ്ഞിരിക്കുക. കാരണം ജനശ്രദ്ധ തിരിച്ചുകൊണ്ടു. ഇപ്പോൾ 160 കോടിയുടെ കടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്നലത്തെ പ്രധാന വാർത്ത അതായി. അത് കാരണം ഇന്ന് മുതൽക്ക് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സകളും നിർത്താൻ തീരുമാനിച്ച. അപ്പോൾ ഇന്നലെ രാത്രിയാണ് സർക്കാർ കുറച്ച് കാശ് കൊടുത്തത്. അല്ലെങ്കിൽ ഇന്ന് മുതൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നിർത്തിവെക്കാൻ ഇന്നലെ അവർ തീരുമാനിച്ചേ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ അതിനെയൊക്കെ വിവാദങ്ങൾ കൊണ്ട് മൂടാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാടാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കണം. കോൺഗ്രസിൻ്റെ എന്നും ഒരു കരുത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കാം എന്നാരും കരുതണ്ട. ഞാനതിന് ഞാൻ പറയുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചൊക്കെ ചില ചാനൽ മുതലാളിമാർ ചില വൃത്തികെട്ട കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. പിന്നെ പറയുന്നവരുടെ മഹത്വമൊക്കെ തിരിച്ചു പറയാതിരിക്കുകയാണ് നല്ല കാര്യം. പക്ഷെ ഇത് വിചാരിച്ച് നമ്മളാരും കല്ലെറിയാനൊന്നും പോകണ്ട. അത് നമ്മുടെ സംസ്കാരമല്ല. അവർ പറയട്ടെ. വേണമെങ്കിൽ മൈക്ക് കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് 4 ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. കല്ലെടുക്കാൻ നിൽക്കണ്ട. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും നല്ല രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല സീനിയർ കോൺഗ്രസ്സുകാരും സഹായിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. വനിതാ ശിശു വികസന വകുപ്പിൽ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ ICDS പ്രോജക്റ്റിന്റെ ഉപയോഗത്തിന് വാഹനം കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകുന്നതിന് മത്സര സ്വഭാവമുള്ള ടെൻഡർ ക്ഷണിച്ചു.
സെപ്റ്റംബർ 3 ഉച്ചയ്ക്ക് 2 മണിവരെ ടെൻഡർ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04884 250527. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം. പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട്? നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം. പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചിലന്തി ജയശ്രീ റിമാൻഡിൽ. ആയുർ റിവർവ്യൂ റിസോർട്ട് പദ്ധതിയുടെ പേരിൽ 60 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതിയാണ് ഇവർ. തിരുവില്ലാമലയിൽ ആയുർ റിവർവ്യൂ റിസോർട്ട് എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നുണ്ടെന്നും അതിൽ പണം നിക്ഷേപിച്ചാൽ വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് 2022 ജനുവരി 28 പുത്തൻചിറ സ്വദേശിയിൽ നിന്നും വീട്ടിലെത്തി 10 ലക്ഷം രൂപ വാങ്ങുകയും തുടർന്ന് അക്കൗണ്ട് വഴിയും നേരിട്ടും 50 ലക്ഷം രൂപ കൂടി വാങ്ങി 60 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. തുടർന്ന് പരാതിക്കാരൻ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തുടരന്വേഷണത്തിൽ പ്രതിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. പിടിയിലായ ജയശ്രീക്ക് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു, വനിതാ പോലീസ് സ്റ്റേഷൻ SHO ഇൻചാർജ് SI സൗമ്യ, ASI സീമ, SIമാരായ പ്രസാദ്, സുമൽ, SCPOമാരായ ഉമേഷ്, ജീവൻ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പെരിങ്ങോട്ടുകര സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടി തന്റെ സുഹൃത്തുക്കളോട് പ്രതികളുമായി സൗഹൃദത്തിലേർപ്പെടരുത് എന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി വിയത്ത് വീട്ടിൽ സെമീം, കരുവന്നൂർ പുത്തന്തോട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പലപ്പാട് SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ, GASI ഭരതനുണ്ണി, GSCPOമാരായ റഷീദ്, സുനിൽകുമാർ, CPOമാരായ ശ്യാം, ജസ്ലിൻ, വിഷ്ണു ആനന്ദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൺലൈൻ സമാന്തര ലോട്ടറി കച്ചവടം നടത്തിയ സ്ത്രീ റിമാൻഡിൽ. ചാഴൂർ സ്വദേശിനി പുത്തൻവീട്ടിൽ സാജിദയെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ പ്രതിയുടെ മൊബൈൽ ഫോൺ, 3 ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്ബുക്കുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സമാന്തര ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്.
അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO സരീൻ, SI അഫ്സൽ, GSCPമാരായ കൃഷ്ണകുമാർ, രതീന്ദ്രൻ, ടെസ്സി, ആഷിഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പേരാമംഗലം ചിറ്റിലപ്പള്ളിയിൽ കാൽനട യാത്രക്കാരിയായ വയോധികയുടെ 2 പവന്റെ മാല ബൈക്കിലെത്തിയാൽ പൊട്ടിച്ചു. മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. ചിറ്റിലപ്പള്ളി ദർശന ലൈനിൽ താമസിക്കുന്ന ലില്ലിയുടെ മാലയാണ് പൊട്ടിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. റോഡിൽ കൂടെ നടന്നു വരുന്നതിനിടെ ലില്ലിയുടെ കഴുത്തിലെ മാല ബൈക്കിലെത്തിയാൽ പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വാർഡ് മെമ്പർ സോണി തരകൻ അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പോട്ടൂർ ലാൽ ബഹദൂർ ശാസ്ത്രി SC നഗർ സന്ദർശിച്ച് പരാതികൾ സ്വീകരിച്ചു. ജനമൈത്രി അംഗങ്ങളുടെ സഹായത്തോടെ 17ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും വിവിധ പദ്ധതികൾ പ്രകാരം കുട്ടികൾക്ക് ഫുട്ബോളുകളും വയോജനങ്ങൾക്ക് പുതപ്പുകളും വിതരണം ചെയ്തു. സമൂഹത്തിലെ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് യോദ്ധാവ് പദ്ധതിയെക്കുറിച്ചും ഇതിൽ പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന വാട്സാപ്പ് നമ്പറും വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള എമർജൻസി നമ്പറുമായ 1930 കുറിച്ചും അത്യാവശ്യ ഘട്ടത്തിൽ പോലീസിന്റെ സേവനം ലഭിക്കുന്നതിനുള്ള എമർജൻസി നമ്പറായ 112 ബന്ധപ്പെടുന്നതിനും വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തി. ചടങ്ങിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പരാതി സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. വിയൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ SC ഡെവലപ്മെന്റ് ഓഫീസർ സിനി, തൃശൂർ ജില്ലാ ആരോഗ്യ വിഭാഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സന്തോഷ് എന്നിവരും കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശൂർ ജില്ലാ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ബിജു ആട്ടോർ, കോലഴി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ഉഷ കുമാരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും ലഭിച്ച സിന്തറ്റിക് കബഡി മാറ്റ് റവന്യൂ മന്ത്രി K. രാജൻ കൈമാറി. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താണിപ്പാടം മൂലംകോട് സ്വദേശി പ്രമോദ് മരിച്ചു. 42 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയസ് കൊറോന പള്ളി തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സൈക്ലേഴ്സ് ക്ലബും സംഘടിപ്പിച്ച സൈക്കിൾ റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.